നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നാൽ എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കട്ട്ലറ്റ്സ്. ഇത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ ഇന്ന് ചെയ്യുന്ന കട്ട്ലറ്റ് ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാറ്റോസ് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് ഞാനൊരു 3 മീഡിയം പൊട്ടാറ്റോസ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇത് ഒരു വിസിൽ വന്നു കഴിയുമ്പം തീ കുറച്ചൊരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെക്കും. അതിനുശേഷം ഇത് ഓഫ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോസ് ഇവിടെ വേവുമ്പം നമുക്ക് ആ സമയം കൊണ്ട് തന്നെ ചിക്കൻ വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 1/2 കിലോ ചിക്കനെ എടുത്തേക്കുന്നത്, ബോൺലെസ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വിനീഗർ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് ആ നാടിനൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മൾ ഇറച്ചി ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നോക്കിയാൽ കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി, മീറ്റിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഫുൾ പറ്റുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു വിസിൽ വന്നു. അപ്പം തീ കുറച്ച് 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെക്കാം. വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചിക്കൻ നന്നായിട്ട് കുക്ക്ഡാണ്. ഇനിയിപ്പോൾ ആ വെള്ളം പറ്റിച്ചെടുക്കാനായിട്ടുണ്ട്. തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് പറ്റി വെള്ളം എല്ലാം ഡ്രൈ ആയി. ഇനി ഇത് കൂളായ ശേഷം നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഫുഡ് പ്രോസസ്സർ ഉപയോഗിക്കുന്നവർക്ക് ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നൈഫ് വെച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇറച്ചി കുക്ക് ചെയ്തു, പൊട്ടാറ്റോസും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ഈ കടായിലേക്ക് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഏതെണ്ണയാണ് നമ്മൾ വഴറ്റുന്നത് സെയിം എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി. ആദ്യം കുറച്ച് സവോള കുക്ക് ചെയ്യാം. ഞാൻ 2 മീഡിയം സവോള എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കുക്ക് ചെയ്യുമ്പം കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പൂടെ കൂടെ ചേർത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് ചോപ്പ് ചെയ്ത്, എരിവ് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ റോ സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്, നല്ലൊരു മണമായി. ഈ സമയത്ത് നമുക്കിനി ഇതിനകത്തേക്ക് ഇടാനുള്ള മസാലകളിടാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കാൻ നേരത്ത് മഞ്ഞളിട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാൽ നല്ലതാണ്. നമ്മൾ കട്ട്ലറ്റ് പിടിക്കുമ്പം ഷേപ്പ് ചെയ്യുമ്പം ഹെൽപ്പ് ചെയ്യും. ചെറുതായിട്ടൊന്ന് ടയർ ചെയ്തിടാം, നല്ലൊരു മണവും വരും വേപ്പിലയുടെ.
ഇതിലേക്ക് ചിക്കൻ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കുക. ഇതിവിടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഒലത്തിയെടുക്കുക. ഈ മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് കോട്ടഡ് ആവണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഇവിടെ ചിക്കൻ നന്നായിട്ട് ഒലന്നു. അതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന പൊട്ടാറ്റോസ് ചേർക്കാം. പൊട്ടാറ്റോ ചേർക്കുമ്പോൾ എപ്പോഴും ഗ്രാജുവലി ആഡ് ചെയ്യുക. ഓഫ് ചെയ്യാണ്. ഞാൻ ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ഉപയോഗിക്കും. ഏകദേശം ഒരു 350 ഗ്രാം പൊട്ടാറ്റോയാണ് വേവിച്ച് വെച്ചത്. നോക്കിയ ശേഷം എടുക്കാം. ഇത് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷർ വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫുൾ ചൂട് പോകണം. സാർ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ നേരെ പകുതിയായ പൊട്ടാറ്റോ ഞാൻ ചേർക്കാറ്. ചില സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കൂടുതലൊക്കെ വേണ്ടി വരും. ഇതിന് ചൂട് ഫുൾ പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ മിക്സ്ചർ അത്യാവശ്യം കൂളായിട്ടുണ്ട്. മാറ്റാം. ഇവിടെ ഞാൻ ഉപയോഗിച്ച പൊട്ടാറ്റോ മൊത്തം വേവിച്ച് വെച്ച പൊട്ടാറ്റോസ് മൊത്തം ഉപയോഗിച്ചു. ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. കട്ട്ലറ്റ് നമുക്ക് ഓവൽ ഷേപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ടായിട്ട് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിക്സർ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പെപ്പറോ സോൾട്ടോ ഒക്കെ. ഈ അളവിലൊരു 12 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഈ സൈസിൽ. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുട്ട ബീറ്റ് ചെയ്യുന്നു. എഗ് വൈറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. രണ്ടും കൂടി ഇട്ട് ചെയ്യാം. പക്ഷേ ചില സമയത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും വല്ലാണ്ട് പതിയും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ എഗ് വൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 2 മുട്ട എടുക്കാം. വൈറ്റ്സ് ഒന്ന് ഫോക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ്. അപ്പോൾ ഓരോ കട്ട്ലറ്റ്സും എടുത്ത് മുട്ടയിൽ എഗ് വൈറ്റിലൊന്ന് കൂട്ട് ചെയ്യാം. ബ്രെഡ് ക്രംസിലേക്ക് വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ്സും ആദ്യം മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസ് മുക്കുക, പ്ലേറ്റിലേക്ക് വെക്കുക. നമ്മൾ കട്ട്ലറ്റ്സ് എല്ലാം ഷേപ്പ് ചെയ്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കോട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചല്ലോ, അതിന് പകരം ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടിങ് കിട്ടും, ഒട്ടും വിട്ടുപോകാണ്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുത്ത് സിപ്പ് ലോക്കിലാക്കി സ്റ്റോർ ചെയ്യാം, ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. 1-2 ആഴ്ചയൊക്കെ യൂസ് ചെയ്യാം. ഫ്രൈ ചെയ്യുവാണെങ്കിൽ അപ്പം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ്സിന് ഒത്തിരി വേവാനായിട്ടൊന്നുമില്ല, എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ. ജസ്റ്റ് ബ്രൗണിങ് മാത്രം മതി. ഇടുമ്പം ചൂടുണ്ടാവണം, അത് മീഡിയം ഹീറ്റിലേക്ക് ആക്കുക.
രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്ക് എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ്സും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കട്ട്ലറ്റ്സ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ക്രസ്റ്റ് നല്ല ക്രിസ്പിയാണ്, അകത്തെ ഭാഗം നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ഇത് നിങ്ങൾക്ക് സാൻഡ്വിച്ച് പോലെ ബ്രെഡിനകത്ത് വെച്ച് വേണേൽ ഫില്ല് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ റോളായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കട്ട്ലറ്റ്സ് എടുക്കാവുന്നതാണ്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കട്ട്ലറ്റ്സ് ഉണ്ടാക്കി നമുക്ക് 1-2 ആഴ്ചയൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.